നമ്മുടെ ഓണസദ്യ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഓണായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഞാൻ സദ്യ എല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്യാറ്. 1-2 തവണയാണ് കേട്ടോ ഞാൻ സദ്യ ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് മനസ്സിലായി ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് സദ്യ ഓർഡർ ചെയ്യുന്നതാണെന്നുള്ളത്. നാട്ടിൽ പോവുകയാണെങ്കിൽ സദ്യ ഓർഡർ ചെയ്യുന്നു, വീട്ടിൽ പാരന്റ്സിന്റെ കൂടെ ഒന്നിച്ച് നിന്ന് സദ്യ ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യാറ്. 11 മണിക്ക് എത്താനാണ് പറഞ്ഞത്, പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് തിരക്കുള്ളത്. നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ട്, അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ സദ്യ ഓർഡർ ചെയ്തത്. രാവിലെ എഴുന്നേക്കാൻ നേരം വൈകി, പിന്നെ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനുള്ളത് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ സദ്യ സെറ്റ് ചെയ്യാം. നിലത്തിരുന്ന് കഴിക്കാന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ബോനി ആരോനി ഒന്നും നമ്പാൻ പറ്റത്തില്ല. സദ്യയിൽ ഓരോ പദാർത്ഥം വിളമ്പുന്നതിന്റെ ഇടയിൽ നൈസായിട്ട് ബോയും ആരോയും ചിലപ്പോൾ അതെടുത്ത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. എല്ലാ ഡിഷസും ഒന്നിനൊന്നും മെച്ചായിരുന്നു. നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ബോയ്ക്കും ആരോയ്ക്കും നമ്മൾ കൊടുക്കാറ്. ആരോ ബേബിയും ബോയും ഇവിടെ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് സദ്യ കഴിക്കാൻ. ആദ്യം സദ്യ കൊടുക്കുന്നത് ആരോ ബേബിക്കാണ് കേട്ടോ. ഞാൻ സദ്യയിലെ എല്ലാ പദാർത്ഥങ്ങളൊന്നും ബോയ്ക്കും ആരോയ്ക്കും കൊടുക്കാറില്ല. അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് മാത്രമാണ് ഞാൻ കൊടുക്കാറ്. പക്ഷെ ഞാൻ എല്ലാ വർഷവും ഓണത്തിനും വിഷുവിനും പിള്ളേർക്ക് സദ്യ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ബോബുവിന് സദ്യ കൊടുക്കാം. ബോബുവിന് കുറച്ചും കൂടി നോൺ വെജ് സദ്യയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഫുള്ളും കഴിച്ചു. ലാസ്റ്റിലേക്കായപ്പോൾ ആള് കഴിക്കാൻ കുറച്ച് മടി കാണിച്ചു. അപ്പൊ ഞാൻ ദേ വാരി കൊടുക്കുവാണ്. നിലത്ത് വീണ ചോറൊക്കെ കഴിക്കുന്നത് ആരോ ബേബിയാണ് കേട്ടോ. അവനെ ഞാൻ ശരിക്കും വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറ്. കാരണം നിലത്ത് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ അവനിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിക്കും. അങ്ങനെ ഈ വർഷത്തെ ഓണം ദേ ഇവിടെ കഴിയാൻ പോവാണ്. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ കഴിച്ചത്. അപ്പൊ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി എന്താണ്? ഒരു ചെറിയ ഉറക്കം.